ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ഫിലിം ഹബ് 23. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത റോന്ത് എന്ന ചിത്രത്തിന്റെ റിവ്യൂ ആണ്. റിവ്യൂയിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ചിത്രമാണ് റോന്ത്. ഒരു ത്രില്ലർ ഡ്രാമ ചിത്രമാണിത്. ദേശീയ പുരസ്കാര ജേതാവ് ഷാഹിദ് കപീർ സംവിധാനം ചെയ്ത ഈ സിനിമ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ജോസഫ്, നായാട്ട്, ഇലവീഴ പൂഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പോലീസ് സ്റ്റോറിയായി എത്തിയിരിക്കുകയാണ് ഷാഹിദ് കപീർ. റോന്ത് എന്ന ചിത്രം മികച്ച അഭിപ്രായമാണ് തിയേറ്ററുകളിൽ നേടിയെടുക്കുന്നതും. രാത്രി പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഇറങ്ങുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവിതം, അവരുടെ ജോലിയുടെ തീവ്രതയും വ്യക്തിജീവിതത്തിലെ സംഘർഷങ്ങളും ചിത്രത്തിൽ പ്രമേയമാക്കുന്നു. ഒരു രാത്രി നടക്കുന്ന ഇവരുടെ അനുഭവങ്ങൾ പ്രൊഫഷണൽ വെല്ലുവിളികളും വ്യക്തിഗത പ്രശ്നങ്ങളും ഉൾക്കൊള്ളുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിൽ. ഔസഫിന്റെ ഒസിയത്തി എന്ന ചിത്രത്തിന് ശേഷം ദിലീഷ് പോത്തൻ വീണ്ടും പോലീസ് യൂണിഫോമിലെത്തുന്ന ചിത്രം കൂടിയാണ് റോന്ത്. ദിലീഷ് പോത്തൻ SI യോഹന്നൻ എന്ന കഥാപാത്രത്തിൽ തന്റെ അനുഭവ സമ്പത്തും ആഴത്തിലുള്ള പ്രകടനവും കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്തു. റോഷൻ മാത്യു CPO എന്ന കഥാപാത്രത്തിൽ ദിലീഷ് പോത്തനൊപ്പം മികച്ച കൂട്ടായ്മ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇരുവരും തമ്മിലുള്ള കോംബോ മലയാള സിനിമ പ്രേക്ഷകർക്ക് പുത്തൻ അനുഭൂതി നൽകി. സുധീകോപ്പ, അരുൺ ചെറുകാവിൽ, ലക്ഷ്മി മേനോൻ, കൃഷ കുറുപ്പ്, നന്ദനുണ്ണി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമാറ്റോഗ്രാഫി മനേഷ് മാധവൻ ഇലവിഴ പൂഞ്ചിറ എന്ന ചിത്രത്തിനു ഛായാഗ്രഹണം നിർവഹിച്ചു. ഈ ചിത്രത്തിലും യഥാർത്ഥ ബോധമുള്ള ദൃശ്യഭാഷ ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം. മികച്ച ഛായാഗ്രഹണം തന്നെയാണ് ഈ ചിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതും. അനിൽ ജോൺസൺ ആണ് സംഗീതം ഒരുക്കിയത്. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് അൻവർ അലിയും. ചിത്രത്തിൽ ഉടനീളം പശ്ചാത്തല സംഗീതം മികച്ചു നിൽക്കുന്നുണ്ട്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്തത് പ്രവീൺ മംഗലത്താണ്. റോന്ത് ഒരു യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള പോലീസ് പശ്ചാത്തലത്തിലുള്ള സസ്പെൻസ് ഇമോഷണൽ ഡ്രാമയാണ്. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും അവരുടെ പ്രകടനങ്ങളിലൂടെ കഥാപാത്രങ്ങളുടെ ജീവാന്തരമാക്കുന്നുണ്ട്. ചിത്രത്തിന്റെ സാങ്കേതിക വിദ്യയും സംഗീതവും ഛായാഗ്രഹണവും മികച്ചതാണെന്ന് പറയാം. മലയാള സിനിമയിലെ പുതിയൊരു വഴിത്തിരിവായി റോന്ത് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. മലയാളത്തിന് മറ്റൊരു മികച്ച പോലീസ് സ്റ്റോറി കൂടി ലഭിച്ചിരിക്കുന്നു. അതിലൂടെ നല്ല ഒരു കോംബോ കൂടി മലയാളത്തിന് ലഭിച്ചിരിക്കുകയാണ്. ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും മികച്ച കോംബോ ആയി വർക്കായിട്ടുണ്ട് ഈ ചിത്രത്തിൽ. എല്ലാം കൂടി മികച്ച ഒരു അനുഭൂതി തന്നെയാണ് മലയാള സിനിമാ പ്രേക്ഷകർക്ക് റോന്ത് എന്ന ചിത്രം നൽകുന്നത്. 2025 മറ്റൊരു ഹിറ്റ് ചിത്രമായി റോന്ത് മാറും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സംവിധായകൻ ഷാഹിദ് കപീർ പോലീസ് സ്റ്റോറി ചിത്രത്തിൽ വീണ്ടും വിജയിക്കുന്ന കാഴ്ചയാണ് റോന്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. മുന്നേ ഇറങ്ങിയ ജോസഫ്, നായാട്ട്, ഇലവിഴ പൂഞ്ചിറ, ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വിജയിച്ച ചിത്രങ്ങളായിരുന്നു. അതിൽ കുഞ്ചാക്കോ ബോബൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രമായി മാറുകയും ചെയ്തു. ഇനിയും പോലീസ് സ്റ്റോറി ചിത്രങ്ങളുമായി ഷാഹിദ് കപീർ വരുമോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്.